പ്രയാസകരമായി തോന്നുന്ന മറ്റൊരു വാചകം ചില രക്ഷിതാക്കൾ ഇതിന് നിന്നു കൊടുക്കുന്നതാണ്. അമ്മമാർ പുറത്ത് കാവൽ നിന്ന് കൊടുക്കും എന്നൊരു വാചകത്തിനകത്ത് പറയുന്നത്. അമ്മമാർ പുറത്ത് കാവൽ നിന്ന് കൊടുക്കുന്നതാണ്. ഇതിൽ ഒന്നാമത്തെ പോയിൻ്റ് സമൂഹം മനസ്സിലാക്കേണ്ടത് പ്രശസ്തിയും പണവുമാണ് സിനിമ. അതേപോലെ തന്നെ 98 ലെസ്ബിയനിസം, പിന്നെ സ്ത്രീയും തമ്മിലുള്ള ലൈംഗികതനെ പ്രോത്സാഹിപ്പിച്ചു എന്ന പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സിനിമ സെൻസർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പേരിൽ സെൻസർ ചെയ്യും. അപ്പം എന്താ കാതൽ സിനിമേൻ്റെ ആശയം എന്താ? അപ്പോൾ ഈ വരകൾ വരക്കാൻ ഇവരെ കൊണ്ട് കഴിയില്ല. ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയമാണ് നാം എടുക്കുന്നത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. 2017 കേരളത്തിൽ വിഖ്യാതമായ ഒരു സിനിമാ നടിയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഇന്നും നിലനിൽക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. 2017 ആ ഒരു നടി ആക്രമണവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ വിരമിച്ച ജസ്റ്റിസ് ഹേമ യുടെ നേതൃത്വത്തിൽ ഒരു 3 അംഗ സമിതിയെ യഥാർത്ഥത്തിൽ ഈ സിനിമാ മേഖലയിൽ സ്ത്രീകൾ പ്രത്യേകിച്ച് അനുഭവിക്കുന്ന പീഡനങ്ങളും അതിക്രമങ്ങളും കൃത്യമായി പഠനം നടത്തി ഒരു റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വേണ്ടി ഒരു കമ്മീഷനെ നിയോഗിക്കുകയുണ്ടായി. ആ ഒരു കമ്മീഷൻ കൃത്യമായി പഠനങ്ങൾ നടത്തുകയും അന്വേഷണങ്ങൾ നടത്തുകയും കൃത്യമായ തെളിവുകൾ സഹിതം 2019 കേരള സർക്കാരിൻ്റെ മുന്നിൽ വിശദമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. ആ ഒരു റിപ്പോർട്ടിൽ പ്രത്യേകിച്ച് ചില സ്വകാര്യ സ്വഭാവമുള്ള കാര്യങ്ങളുണ്ട് എന്നതടക്കമുള്ള ചില സാങ്കേതികത്വങ്ങൾ പറഞ്ഞ് ആ ഒരു റിപ്പോർട്ട് മൂടിവെക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ഒരു റിപ്പോർട്ട്, ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഈ ഒരു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്ന ഒരു സാഹചര്യത്തിലാണ് നാമുള്ളത്. യഥാർത്ഥത്തിൽ ആ ഒരു കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ മ്ലേച്ഛകരമായ അല്ലെങ്കിൽ അറപ്പിക്കുന്ന വിധമുള്ള ലൈംഗിക അതിക്രമങ്ങളും അതുപോലെ തന്നെ ലഹരിയുടെ ഉപയോഗവും ഒക്കെ അടങ്ങുന്ന ഒരു വല്ലാത്ത ഒരു വിവരണമാണ് അത്തരത്തിലുള്ള റിപ്പോർട്ടിൽ നാം കാണുന്നത്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് അതല്ലെങ്കിൽ ഈ റിപ്പോർട്ട് നമുക്കറിയാം, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് സിനിമാ രംഗമെന്ന് പറയുന്നത് പൊതുവിൽ അത് കേൾക്കേണ്ടതില്ല, അതല്ലെങ്കിൽ കാണേണ്ടതില്ല എന്നതടക്കം മതപരമായി നമ്മൾ അതിനെ ആ ഒരു നിലക്ക് കാണുന്ന ഒരു മേഖലയാണെങ്കിൽ കൂടി ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സമൂഹത്തിന് റിപ്പോർട്ട് നൽകുന്ന ഒരു പാഠം എന്താണ്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്നാണ് പുറത്തു വന്നത്. അതെ വിഷയ സംസാരത്തിൽ ഇന്നാണ് റിപ്പോർട്ട് പുറത്തു വന്നത്. അത് നേരത്തെ ബഷീർ സൂചിപ്പിച്ചതുപോലെ സ്വകാര്യത പറഞ്ഞ് വിവരാവകാശ കമ്മീഷൻ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. ഹൈക്കോടതി അത് പുറത്തുവിടാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. സിനിമ എന്ന് പറഞ്ഞാൽ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ പൊതുവിൽ നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്ന കാണേണ്ടതില്ല എന്ന് തന്നെ പഠിപ്പിക്കുന്ന ഒരു മേഖലയാണ്. കാരണം അതിനെ ആ നിലക്കാണ് കാണുന്നത്. അതിനകത്ത് ഒരു ലജ്ജ, സദാചാരം, ധാർമ്മികത ഇങ്ങനെയുള്ള മൂല്യങ്ങൾക്കൊന്നും, പ്രത്യേകിച്ച് വിശ്വാസം പഠിപ്പിക്കുന്ന മൂല്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ലാത്ത ഒരു മേഖലയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. സ്വാഭാവികമായും അവിടുത്തെ സ്ത്രീകളുടെ പ്രയാസങ്ങളെക്കുറിച്ച് ഒരു പഠനം നടത്തുമ്പോൾ അതിനനുസൃതമായ ഒരു റിപ്പോർട്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നാണ് അതിൻ്റെ ഒരു ആദ്യം തന്നെ അതിൽ പറയാനുള്ളത്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ ആദ്യ പാരഗ്രാഫിൽ തന്നെ അവർ ഉപയോഗിച്ചൊരു വാചകമുണ്ട്. അതാണ് സ്റ്റാർസ് ഡു നോട്ട് ട്വിങ്കിൾ നോർ ഡസ് ദ മൂൺ ലുക്ക് ബ്യൂട്ടിഫുൾ. നക്ഷത്രങ്ങൾക്ക് ഒട്ടും തിളക്കമില്ല, അവ തിളങ്ങുന്നില്ല, ചന്ദ്രന് ഒരു ഭംഗിയുമില്ല. പറയുന്നത് നിങ്ങൾ കാണുന്നതൊന്നും സത്യമല്ല, സിനിമയിൽ നിങ്ങൾ കാണുന്നതൊന്നും സത്യമല്ല, അവിടുത്തെ പഞ്ചസാര പോലും ഉപ്പായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരൊറ്റ വാചകത്തിലുണ്ട് അവർ അവിടുത്തെ സിനിമാ രംഗത്തെ സ്ത്രീകളെക്കുറിച്ച് കേട്ടതിൻ്റെ ആഴവും വിശാലതയുമെല്ലാം ആ ഒരൊറ്റ വാചകത്തിനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉള്ളടക്കത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം മുമ്പ് മുതലേ സിനിമയെക്കുറിച്ച് പ്രത്യേകിച്ച് സ്ത്രീകൾ അവർ കുറച്ചൊരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകുമ്പോഴാണ് ഈ മേഖലയിൽ
അവർക്ക് സ്ഥാനം ലഭിക്കുകയും ഒക്കെ ചെയ്യുക എന്നാണ് പറഞ്ഞു കേൾക്കാറുള്ളത്. വ്യാപകമായുള്ളൊരു സംസാരം ഉണ്ടാകാറുള്ളത്. ഞാനിത് പറയുമ്പോൾ ഇതല്ലാത്ത ആളുകൾ അതിനകത്തുണ്ടാകും. ഈ ഒരു ലൈംഗിക കാര്യങ്ങളിലും വ്യക്തിപരമായ നല്ല ശ്രദ്ധ പുലർത്തുന്ന ആളുകൾ അതിനകത്തുണ്ടാകും. അത് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ആളുകളെ ഉൾപ്പെടുത്തിയല്ല ഈ പറയുന്നത്. അതോടൊപ്പം ഇപ്പോൾ ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. കാസ്റ്റിംഗ് കൗച്ച് ഇത് ഹോളിവുഡിൽ വളരെ മുമ്പ് മുതലേ കേട്ട് തുടങ്ങുന്ന ഒരു വാചകമാണ്. സംവിധായകൻ്റെ ഓഫീസിൽ ഒരു സോഫയുണ്ടാകും. ആ സോഫയിൽ ശരീരം പങ്കുവെക്കുന്നവർക്കാണ് സംവിധായകൻ ഓഡിഷനിൽ പരിഗണിച്ച് സിനിമയിലെടുക്കുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിനെയാണ് ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ ടേം ഉപയോഗിക്കുന്നത്. കേരളത്തിലെ സിനിമയിലും കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്നാണ് ഇന്ന് എല്ലാ മാധ്യമങ്ങളും ഈ റിപ്പോർട്ട് മുന്നിൽ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്നത് നമ്മൾ കാണാണ്. കോംപ്രമൈസ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഈ രണ്ട് വാക്കുകൾ ഇവിടെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഈ രണ്ട് വാക്ക് സ്ത്രീകളോട് പറയുന്നതാണ്. കോംപ്രമൈസിന് തയ്യാറാവണം, അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകണം എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ രാത്രിയിൽ ഇവരുടെ വീടുകളിൽ വന്ന് വാതിലുകളിൽ വന്ന്, ഹോട്ടൽ മുറിയിലെ സ്ത്രീകളുടെ വാതിലുകളിൽ വന്ന് മുട്ടും. അതൊരു പക്ഷേ വാതിൽ പൊളിഞ്ഞു പോകും, ആ രൂപത്തിലുള്ള അടിയായിരിക്കും വാതിലിൽ അടിക്കുക എന്ന് പറയുന്നുണ്ട്. വഴങ്ങിത്തന്നില്ലെങ്കിൽ, ഒരു വാചകം അതിൽ ഉപയോഗിക്കുന്നു, വഴങ്ങിത്തന്നില്ലെങ്കിൽ അവസരം ഉണ്ടാവുകയില്ല, ഫീൽഡ് ഔട്ടായി പോകുന്നു, ഭീഷണിപ്പെടുത്തും. ചുരുക്കത്തിൽ നമുക്കിങ്ങനെ ആവർത്തിച്ച് പറയാൻ കഴിയാത്ത ഒരു എന്താ പറയുക, ഏറ്റവും മ്ലേച്ഛമായ രൂപത്തിലുള്ള സംഗതികളാണ് ഇതിനകത്ത് നടക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ട് ഈ സ്ത്രീകളെ, സിനിമാ രംഗത്ത് നടിമാരെ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതിൽ വളരെ പ്രയാസകരമായി തോന്നുന്ന മറ്റൊരു വാചകം, ചില രക്ഷിതാക്കൾ ഇതിന് നിന്നു കൊടുക്കുന്നതാണ്. അമ്മമാർ പുറത്ത് കാവൽ നിന്ന് കൊടുക്കും എന്നൊരു വാചകം ഇതിനകത്ത് പറയുന്നത്. അമ്മമാർ പുറത്ത് കാവൽ നിന്ന് കൊടുക്കുന്നതാണ്. ഇതിൽ ഒന്നാമത്തെ പോയിൻ്റ് സമൂഹം മനസ്സിലാക്കേണ്ടത്, പ്രശസ്തിയും പണവുമാണ് സിനിമ. സിനിമയുടെ പ്രധാന ഭാഗം എന്താണ്? ഒന്ന് പ്രശസ്തിയാണ്, രണ്ട് പണമാണ്. പണത്തേക്കാൾ വലുത് പ്രശസ്തിയാണ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, പലരും ചെറിയ ചെറിയ സീനുകൾക്ക് വേണ്ടി വരും, അവർക്ക് പണം കൊടുക്കാറില്ല, പ്രതിഫലം ഓഫർ ചെയ്തത് കൊടുക്കാറില്ല. ചില ആളുകൾക്ക് പ്രതിഫലം തന്നെ ഓഫർ ചെയ്യൂല, അവർക്ക് ആ സീനിൽ അഭിനയിക്കാം. അപ്പോൾ ആളുകൾ കാണും. സിനിമ പറഞ്ഞാൽ അത്രമേൽ വ്യാപകമായ സ്വാധീനമുള്ളൊരു മീഡിയയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രശസ്തിയാണ് ഇതിലൊന്ന്. രണ്ടാമത്തത് പണമാണ്. പക്ഷേ സിനിമ മേഖലയിൽ കിട്ടുന്നതിന് സമാനമായൊരു പ്രതിഫലം ലോകത്ത് മറ്റേതെങ്കിലും മേഖലയിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമേൽ വലിയ പ്രതിഫലമാണ് ഇതിൽ കിട്ടുക. അപ്പോൾ അത് സ്വപ്നം കണ്ടുവരുമ്പോൾ ഈ പ്രശസ്തിക്കും പണത്തിനും വേണ്ടി എന്തും വകവെച്ചു കൊടുക്കാം എന്ന ഒരു മനസ്സിലേക്ക് ആളുകൾ പോകുന്നത് ഇതിൻ്റെ ഒരു പ്രശ്നമാണ്. ഞാൻ ഈ ഇരകളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. പലപ്പോഴും അതും ഇതിലൊരു പ്രശ്നമാണ്. നമുക്ക് വേണ്ടത് പ്രശസ്തിയാണ്, പണമാണ്. അതുകൊണ്ട് അതിനു വേണ്ടി നേരത്തെ പറഞ്ഞ കോംപ്രമൈസ്, അഡ്ജസ്റ്റ്മെൻ്റ് എന്ന വാക്കിന് ചില ആളുകളെങ്കിലും, എല്ലാവരുമല്ല, ചില ആളുകളെങ്കിലും അതിന് തയ്യാറാകുന്നു എന്നുകൂടി വേണം മനസ്സിലാക്കാൻ. ഞാൻ ഫീൽഡ് ഔട്ടായി പോകുമോ എന്ന ഭീഷണിപ്പെടുത്തുമ്പോൾ അവരതിന് വഴങ്ങിക്കൊടുക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്ത് ഇവിടെ നിലനിൽക്കണം എന്നൊരു മനസ്സ്, അത് നമ്മൾ ഒരു കാര്യത്തിലും ഉണ്ടാകാൻ പാടില്ല. പ്രശസ്തിയും പണവുമല്ല ഏറ്റവും വലുത്, അതല്ലാത്ത കുറേ മൂല്യങ്ങളുണ്ട് എന്ന ഒരു ചിന്ത എല്ലാ കാര്യത്തിലും, സിനിമ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും ഒരു മനുഷ്യന് ഉണ്ടാകേണ്ട സംഗതിയാണ്. മറ്റൊന്ന് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ സിനിമാ രംഗത്തുള്ള ആളുകളാണ് ഏറ്റവും അധികം ഇവിടുത്തെ ഈ ലിബറൽ ആശയങ്ങൾക്ക് കൂടി പിടിച്ചിരുന്നത്. സ്ത്രീ പുരുഷ സൗഹൃദം, ഒന്ന് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത്, കെട്ടിപ്പിടിക്കുന്നത്, കിസ് ചെയ്യുന്നത്, അടുത്തിരിക്കുന്നത്, ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്നത്, ഇതൊക്കെ കലയാണ്. എന്താണ് ഇതിനൊക്കെയുള്ള ന്യായീകരണം? ഇത് കലയാണ്. ഇത് അങ്ങനത്തെ ഒരു കണ്ണുകൊണ്ട് നിങ്ങൾ നോക്കി കാണേണ്ടതില്ല. നിങ്ങളുടെ കാഴ്ചയാണ്, നിങ്ങൾ നോക്കുന്ന നിങ്ങളുടെ കണ്ണിനാണ് പ്രശ്നം, ഞങ്ങൾക്കല്ല പ്രശ്നം എന്നൊക്കെ പുറത്തിങ്ങനെ പറയുന്ന ആളുകളുടെ ഉള്ളറകളിൽ എന്ത് നടക്കുന്നു, അഥവാ പ്രത്യേകിച്ച് മതങ്ങളും ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളൊക്കെ എന്തൊക്കെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതിനെയെല്ലാം പുച്ഛിച്ചു തള്ളി വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും അവകാശങ്ങളുടെയും വ്യക്തിപരമായ അവകാശങ്ങളുടെയും കലയുടെയും ഒക്കെ പേര് പറഞ്ഞ് അതിനൊക്കെ മാറ്റിവെച്ച് വേറൊരു ലോകത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ പ്രതിഫലനം, അതിൻ്റെ ഒരു പരിണിത ഫലമായി മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്നതെല്ലാം ഇവിടെ അനുഭവിക്കുന്നു എന്ന് വേണം അതിൻ്റെ വേറൊരു തലം
നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന് പിന്നെ ഈ ലഹരിയാണ്. ഇപ്പോൾ ലഹരിയെ സംബന്ധിച്ച് നമുക്കറിയാം, കഴിഞ്ഞ 1-2 വർഷമായിട്ട് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചെല്ലാം വ്യാപകമായ ക്യാമ്പയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളിലൊക്കെ ഈ വർഷവും തുടക്കത്തിൽ കഴിഞ്ഞ പരീക്ഷാകാലത്താണ് ഞാനൊരു പരിശീലനത്തിന് പങ്കെടുത്തത്. പരീക്ഷയ്ക്കിടയിലും ലഹരി വിരുദ്ധ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുക്കേണ്ടായി. 2 മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടായി. അപ്പോൾ ഇത് വലിയ ഫണ്ട് ഇതിന് വേണ്ടി ചിലവഴിക്കുന്നുണ്ട്. മാത്രവുമല്ല, വിദ്യാലയങ്ങൾ മാത്രമല്ല, പൊതുസമൂഹത്തിലും അതെ. പ്രത്യേകിച്ച് രാസലഹരിക്കെതിരെ, പിന്നെ മദ്യത്തിനെതിരെ, കഞ്ചാവിനെതിരെ ഒക്കെയുള്ള ഭയങ്കരമായ വലിയ ഫണ്ട് ചിലവഴിക്കുന്നു, വലിയ മാൻ പവർ ചിലവഴിക്കുന്നു, ഒരുപാട് സമയം ചിലവഴിക്കുന്നു. എനിക്ക് തോന്നുന്നത് സിനിമയ്ക്കൊരു നിയന്ത്രണം കൊടുത്താൽ ഒരു വലിയൊരു ശതമാനം വരും തലമുറയെ ലഹരിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കും. അഥവാ ഹീറോയിസം എന്ന് പറഞ്ഞാൽ അത് MDMA ഉപയോഗിക്കൽ ഹീറോയിസമാണ് എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് സിനിമ പുതിയ തലമുറയെ കൊണ്ടെത്തിക്കുന്നുണ്ട്. MDMA ഉപയോഗിക്കുന്നതാണ് ഹീറോയിസം എന്ന ഒരു തലത്തിലേക്ക് നിരന്തരമായി ഒരു സാധനം നിരന്തരമായി സിനിമ കാണുന്ന ഒരാൾ, അയാൾ ഈ ലഹരിയും പിന്നെ മയക്കുമരുന്നും ഈ ഗുണ്ടായിസവും ഈ കൊട്ടേഷൻ മാഫിയ സംഘവും ഇത് നിരന്തരമായി കാണുമ്പോൾ അയാളുടെ തലച്ചോറിൽ ഇത് നോർമലൈസ് ചെയ്യപ്പെടുകയാണ്. ഇതൊന്നൊരു വലിയ കുറ്റമല്ല, ഇതൊക്കെ ഒരു നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന നിലയ്ക്ക് ഇതിനെ പിന്നെ നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇതെത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഥവാ സമൂഹത്തിൻ്റെ പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറയുടെ ധാർമ്മിക മൂല്യങ്ങളെ ആഴത്തിൽ ബാധിക്കുന്ന ഒരു സംഗതിയാണ് സിനിമ. അത് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്, അത് യാഥാർത്ഥ്യമാണ് എന്ന് കാണിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കുറേ സംഗതികൾ പറഞ്ഞു. ഇതിലൊരു നടപടി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അതായത് കുറേ സ്ത്രീകൾ അക്രമത്തിന് വിധേയരായി, പിന്നെ അവരെ ലൈംഗികമായി ചൂഷണം ചെയ്തു. അവിടെ ഇപ്പോൾ ലിംഗസമത്വം ഒക്കെ വ്യാപകമായി പറയപ്പെടുന്ന ആളുകൾ ഈ ആളുകൾ, അതിൻ്റെ പ്രൊമോട്ടർമാരൊക്കെയായി വർക്ക് ചെയ്യുന്ന ആളുകൾ ഇവരാണ്. പക്ഷേ അവിടെ വേതനങ്ങൾക്ക് പോലും സമത്വമില്ല, അല്ലെങ്കിൽ ഒരു ലിംഗസമത്വവും അവിടെ പാലിക്കപ്പെടുന്നില്ല എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അതിനൊരു സാധ്യത കാണുന്നില്ല. കാരണം 4.5 കൊല്ലക്കാലം ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം അത് പുറത്തെടുക്കാതിരിക്കാനുള്ള കളികൾ കളിക്കാൻ ഈ മേഖലയിലെ ഈ ചൂഷകർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു നടപടിയുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും ആ ആളുകൾക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ കഴിഞ്ഞ 5 കൊല്ലം അവിടെ അടച്ചു വെച്ചല്ലോ. മാത്രമല്ല, ഞാൻ ഇപ്പം ഇന്ന് വരുമ്പോൾ ഒരു ചർച്ച കണ്ടു, ഒരു ടെലിവിഷൻ ചാനൽ ചർച്ച കണ്ടു. അപ്പോൾ അതിൽ പിന്നെ ഇതിൻ്റെ ചുമതലയുള്ള മിനിസ്റ്ററോട് ചോദിക്കുന്ന നടപടി ഉണ്ടാകുമോ, എന്തുകൊണ്ട് നടപടി എടുത്തില്ല? അപ്പോൾ എനിക്ക് വളരെ രസകരമായിട്ടാണ് മറുപടി തോന്നിയത്. അദ്ദേഹം പറഞ്ഞത് അത് വിവരാവകാശ കമ്മീഷൻ്റെ കയ്യിലാണ് 2020 മുതലുള്ളത്, അതുകൊണ്ട് തന്നെ നമുക്കതിലൊരു നടപടി അത് പുറത്തുവിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കാരിൻ്റെ കയ്യിലുള്ളൊരു രേഖ പുറം ലോകത്തേക്ക് പുറത്തുവിടാൻ പാടില്ല എന്നായിരിക്കും നിയമം. പക്ഷേ സർക്കാരിൻ്റെ കയ്യിലുള്ളൊരു രേഖ അതവിടെ എടുത്തു വെച്ച് അതിൽ പ്രത്യേകിച്ചൊരു മൂവ്മെൻറ്റും അതിനുശേഷം ഇനി നടപടി എടുക്കുമോ എന്ന് ചോദിക്കുമ്പോഴും കുറേ കണ്ടീഷൻസ് വെച്ചിട്ടാണ് അദ്ദേഹം മറുപടി വരും. ഞാൻ പറഞ്ഞത് ആ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ഒരു മോശക്കാരനാണെന്നോ അങ്ങനത്തെ നടപടി എടുക്കാത്ത ആളെന്ന അർത്ഥത്തിലല്ല. അത്രമേൽ സ്വാധീനമുള്ള ആളുകളാണ് ഇതിനൊക്കെ നയിച്ച് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രത്യേകിച്ചൊരു മൂവ്മെൻറ്റും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്ന സംഗതി, ഇത് നമ്മളെന്തായിരുന്നാലും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളല്ല, ഇതിൽ നിന്ന് ആളുകളെ പരമാവധി പിന്നോട്ട് വലിക്കുന്നതാണ്. എന്തൊക്കെ കാര്യങ്ങൾ അപകടകരമായി ഈ കാര്യത്തിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു, അതെല്ലാം വസ്തുതയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഏകദേശം സമ്പൂർണ്ണമായിട്ട് തന്നെ നിഷാദ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഈ വാർത്ത വന്നപ്പോഴേ എല്ലാ റിപ്പോർട്ടർമാരും അതിൽ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. യഥാർത്ഥത്തിൽ ഇതിൽ യാതൊരു ഞെട്ടലിൻ്റെ ആവശ്യമില്ല. എനിക്ക് ആദ്യം അതാ പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇത് 2017 ഈ കേസ് വരാണ്ടായ കാരണം നേരത്തെ ബഷീർ പറഞ്ഞു. ആ നടിയെ ആക്രമിച്ച വിഷയം, ആ കേസിന് ഇപ്പം എന്താ സംഭവിച്ചത്? ഒന്നുമായിട്ടില്ല. അത് പെൻഡിങ്ങിൽ കിടക്കുകയാണ്, ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ 2019 ഡിസംബർ 31 ഇത് എന്ത് ചെയ്യണത്, പിന്നെ ഇത് പുറത്തുവിടാൻ വേണ്ടി സമർപ്പിക്കണത്. എന്നിട്ട് ഇപ്പോൾ ഏകദേശം 4 വർഷമായി. എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇത് പുറത്ത് വിട്ടപ്പോൾ 65ഓളം പേജ് ഇതിലില്ല.
അപ്പോൾ ഇതിനേക്കാളും മാരകമായ സംഗതികൾ അതിലുണ്ടല്ലോ. അപ്പോൾ അതിൽ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ തന്നെ വെച്ച് നോക്കിയാൽ തന്നെ ഇതിലും വലുതും എന്തുണ്ട് ഇതിലുണ്ടാവുമെന്ന് മാത്രമല്ല, പിന്നെ ഈ സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് ഇതൊന്നും ഇല്ലാത്തൊരു വളരെ പരിശുദ്ധമായൊരു മേഖലയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ആർക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഞെട്ടേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതിലുള്ളൊരു തമാശ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ പറയും കൈ നനയാതെ മീൻ പിടിക്കുക. അതേപോലെ ഒരു അങ്ങാടിയിലൂടെ ആനപ്പുറത്ത് പോകണം എന്നാൽ ജനങ്ങളാരും കാണാൻ പാടില്ല എന്നൊക്കെ. ഇതേപോലെ സിനിമകൾ സമൂഹത്തിലുണ്ടാക്കുന്ന എന്തെല്ലാം കാഷ്വാലിറ്റി ഉണ്ടോ അത് സ്വയം അനുഭവിക്കാതെ ആ മേഖലയിൽ നിലകൊള്ളാനാവില്ല എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം. കാരണം എന്താ, സിനിമ സമൂഹത്തിന് കൊടുക്കുന്ന, നേരത്തെ നിഷാദോടെ പറഞ്ഞ ഒരുപാട് കാഷ്വാലിറ്റികളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് സമൂഹത്തിന് ഇവർ കൊടുക്കുമ്പോൾ അതിൻ്റെ കാശ് മാത്രമാണല്ലോ ഇവർ വാങ്ങുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യും, ബാക്ക് ഫെയർ ചെയ്യും. അതെന്താണോ സമൂഹത്തിന് കൊടുക്കുന്നത് അത് അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും, ആ മേഖലയിൽ നിന്ന് തന്നെ അവർ അനുഭവിക്കുന്നു എന്നതാണ്. ഞാൻ പറയുന്നത് അവർ അനുഭവിക്കണമെന്നോ അത് അങ്ങനെ നടക്കട്ടെ എന്നൊന്നുമല്ല. അത് സ്വാഭാവികതയാണ്. അതിനെ ആ നിലക്ക് തന്നെയാണ് നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം എന്താ വെച്ചാൽ അത്രമേൽ സമൂഹത്തിലേക്ക് ഇവർ കൊടുക്കുന്ന ആശയങ്ങൾ എന്താണ്, ഇത് പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ആ മേഖലയിൽ എന്തുണ്ടാവും, അത്തരം സംഭവങ്ങൾക്ക് യാതൊരു ലൈസൻസോടെ ഉണ്ടാവില്ല. അതുതന്നെയാണ് നമ്മൾ ഈ റിപ്പോർട്ടിൻ്റെ ഒരു തലത്തിൽ കാണുന്നൊരു സംഗതി. അതുകൊണ്ട് ഈ ചർച്ച ഒരു വേരിലേക്ക് പോകാൻ ധൈര്യം കാണിക്കുമോ കേരളം എന്നുള്ളതാണ് നമുക്കോട് ചോദിക്കാനുള്ളത്. ഇതിൻ്റെ ഒരു ശാഖകളിൽ മാത്രം നിൽക്കാതെ ഇതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് പോയിട്ട് ആ വേര് പിഴുത് കളയാൻ തയ്യാറാകുമോ എന്ന് തന്നെയാണ് നമുക്ക് ചോദിക്കാൻ കാരണം. കാരണം എന്താ വെച്ചാൽ ഈ സിനിമ ഇൻഡസ്ട്രി സമൂഹത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളാണ് ഈ സമയത്ത് ചർച്ചയ്ക്ക് വരേണ്ടത്. അതല്ലാതെ കേവലം ഒരു സ്ത്രീ പുരുഷ പ്രശ്നത്തിൻ്റെയോ ഇപ്പോൾ സ്ത്രീകൾ അവിടെ വെല്ലുവിളി നേരിടുന്നു എന്ന ഒരു വിഷയമോ അല്ല. അതെല്ലാം ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ ഈ സിനിമ സമൂഹത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന അതിൻ്റെ ആ അടിത്തറയിലേക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളിലേക്ക് ചർച്ച പോകണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മൾ നാടൻ ഭാഷയിൽ സാധാരണ പറയലുണ്ട്, ഈ ഒലക്ക വിഴുങ്ങിയിട്ട് ചുക്കുകാപ്പി കുടിച്ചുകൊണ്ട് എന്തില്ല കാര്യമില്ല. അതേപോലെ തലൻ്റെ ഉള്ളിൽ ട്യൂമർ വന്നിട്ട് വിക്സ് തേച്ചിട്ട് കാര്യമില്ല എന്ന് പറയലുണ്ടല്ലോ. ഇതേപോലെ ഈ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ എന്തെങ്കിലും ഒരു റിപ്പോർട്ട് വെച്ച് എന്തെങ്കിലും നാമമാത്രമായ ഒരു ആക്ഷൻ എടുത്തു എന്നുള്ളതുകൊണ്ട് ഈ വിഷയം എന്ത് ചെയ്യില്ല, ഒരിക്കലും സമൂഹത്തിൽ നിന്ന് അവസാനിക്കാൻ പോകുന്നില്ല. ഇവിടെ സിനിമയിലൂടെ സമൂഹത്തിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെന്ന് പറഞ്ഞാൽ ഒന്നിപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ തുറന്ന ലൈംഗികത, അതേപോലെ തന്നെ അവിഹിത ബന്ധങ്ങൾക്ക് പ്രശ്നമില്ല, അതിന് കൺസെൻറ്റ് മതി എന്നാണ്. അപ്പോൾ കൺസെൻറ്റ് ചോദിക്കാനാവും ഈ മുട്ടുന്നത്. അതൊക്കെ ഓരോ നയങ്ങൾ ഉണ്ടാക്കി വെച്ചതാണ് പ്രശ്നമേ. അത് തിരുത്തണം ആദ്യം. അതേപോലെ തന്നെ പിന്നെ സ്വവർഗരതി ആവാം, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ അവാർഡ് കിട്ടിയ സിനിമ ഈ കാതൽ എന്ന് പറഞ്ഞ സിനിമേൻ്റെ ഉള്ളടക്കം എന്താ, സ്വവർഗ ലൈംഗികത പിന്നെ പ്രൊമോട്ട് ചെയ്യുന്ന സംഭവമാണ്. അതേപോലെ തന്നെ സ്ത്രീ പുരുഷ തമ്മിൽ ഒരു അതിരും വേണ്ടതില്ല, ഒരു അതിർത്തിയുമില്ലാതെ എന്ത് ചെയ്യാം, അവർക്ക് ഇടപഴകാം. അതേപോലെ സ്ത്രീകൾക്ക് മാത്രമായി നിയമങ്ങൾ എന്തിനാണെന്ന് ചോദിക്കലുണ്ട് സാധാരണ. ആ നിയമങ്ങൾ എന്തിനാണ് എന്നതിൻ്റെ ഉത്തരമാണെന്ത് യഥാർത്ഥത്തിൽ ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ധർമ്മം അധർമ്മം, ഇതിലൊരു പ്രത്യേക വരയൊന്നും വേണ്ട. ഇതൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ്. അങ്ങനെ വേണമെന്ന് പറയുന്ന ആളുകളൊക്കെ പ്രാകൃതരായിട്ട് എന്ത് ചെയ്യും, ഇവർ ചിത്രീകരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണാതെ പോകാൻ പാടില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പിന്നെ ഗ്ലമോറൈസേഷൻ, അതിലൂടെ ഉണ്ടാകുന്ന സംഭവം എന്താ വെച്ചാൽ ഇതൊക്കെ ലഹരി സാധനങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന അതിനൊന്നൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ചിന്ത ഇതിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, മൊത്തത്തിൽ വന്നിട്ടുണ്ട്. അതങ്ങനെ സ്വാഭാവികമായിട്ട് എന്തായി, നോർമലൈസ് ചെയ്യപ്പെട്ടു. അത് സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഈ ലഹരി മയക്കുമരുന്ന് സാധനങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട്. കുറ്റകൃത്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനെ പറയും വേണ്ട. ഏത് കുറ്റകൃത്യങ്ങൾ എടുത്തു നോക്കിയാലും ഇന്ന സിനിമ കണ്ടിട്ടാണെന്ന് പറഞ്ഞ് ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. അതേപോലെ കോപ്പി അടിച്ചുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കുറ്റകൃത്യങ്ങൾ ഉണ്ടായിട്ട്. അതുപോലെ സാമ്പത്തിക തട്ടിപ്പുകൾ, ആ തട്ടിപ്പിൻ്റെ വഴികളൊക്കെ ഓരോ സിനിമകൾ കോപ്പി അടിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ സംഭവം. അതുപോലെ കുടുംബശൈഥില്യം, ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഒട്ടനവധി സംഭവങ്ങൾ നമുക്കതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു സിനിമയുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഇവരിപ്പോൾ അനുഭവിക്കുന്ന അളവിൻ്റെ എത്രയോ വലിയ അളവാണ്. അത് സമൂഹം ഇവിടെ കാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണക്കാരാകുന്ന ആളുകളാണ് ഈ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. എന്നിട്ട് അവരുടെ ഇടയിലുള്ള ഈ പ്രശ്നം സ്വാഭാവികമായിട്ടും അവർ ഇതിൻ്റെ ഒരു പ്രതിഫലനമായി അനുഭവിക്കുകയാണ്. ഇത് അവർക്ക് അവസാനിപ്പിക്കണമെങ്കിൽ അവർ സമൂഹത്തിൽ കൊടുക്കുന്ന ഈ സന്ദേശത്തെ എന്ത് ചെയ്യേണ്ടതുണ്ട്,
പുനർവിചിന്തനത്തിന് അവർ തയ്യാറാകണം. അതാണ് ഞാൻ പറഞ്ഞത്, വേര് മുറിച്ച് കളഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നത്തിന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അതിലേക്ക് ചർച്ച എന്ത് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ സെൻസർ ബോർഡിൻ്റെ അളവുകോൽ എന്താ? ഓരോ സിനിമയും സെൻസർ ബോർഡിൻ്റെ മുമ്പിൽ വരും. അവർ എന്ത് അതിർത്തി വെച്ചിട്ടാണ് ഇത് വേണം ഇത് വേണ്ട എന്ന് പറയാം. ഇപ്പോൾ 1994 പിന്നെ ചില സിനിമകൾ എന്ത് ചെയ്തിട്ട് സെൻസർ ചെയ്തിട്ടുണ്ട്. അന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ ഈ പിന്നെ നഗ്നത കാണിക്കുന്നു എന്നുള്ള. അപ്പോൾ നഗ്നത കാണിക്കുക എന്നുള്ളത് അന്നത്തെ ഒരു വലിയ പ്രശ്നമായിരുന്നു. അത് ഏതാ നഗ്നത? മുൻഭാഗത്തുള്ള നഗ്നത മാത്രം, ബാക്കിയൊന്നും കുഴപ്പമില്ല എന്നുള്ള. ഇപ്പോൾ അതൊന്നൊരു വിഷയമാവില്ല. അതേപോലെ തന്നെ 98 ലെസ്ബിയനിസം പിന്നെ സ്ത്രീയും തമ്മിലുള്ള ലൈംഗികതനെ പ്രോത്സാഹിപ്പിച്ചു എന്ന പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സിനിമ സെൻസർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പേരിൽ സെൻസർ ചെയ്യും. അപ്പോൾ എന്താ കാതൽ സിനിമേൻ്റെ ആശയം എന്താ? അപ്പോൾ ഈ വരകൾ വരക്കാൻ ഇവരെ കൊണ്ട് കഴിയില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെവിടെ പോകണമെന്ന് വെച്ചാൽ, എന്താണ് ഒരു മനുഷ്യന് ധാർമ്മികത, ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് സത്യം, ഏതാണ് അസത്യം എന്ന് വേർതിരിക്കാൻ മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. ഈ യാഥാർത്ഥ്യത്തെയാണ് എന്ത് ചെയ്യേണ്ടത്, ഇപ്പോഴെങ്കിലും ഉൾക്കൊള്ളേണ്ടത്. അത് ഓരോരുത്തർക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെയാണ് മനുഷ്യൻ്റെ സ്രഷ്ടാവ് മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി ഇവിടെ പിന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ആ കാണിച്ചു തന്ന മാർഗനിർദ്ദേശത്തിലേക്ക് മടങ്ങല്ലാതെ ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഇല്ല. ഇപ്പോൾ സ്ത്രീയും പുരുഷനും ഈ കാര്യത്തിൽ പിന്നെ എന്ത് പാലിക്കണം എന്ന് ചോദിച്ചാൽ, അവർ വിവാഹത്തിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പരസ്പരം ടച്ച് ചെയ്യാനും അവരുടെ വികാരങ്ങൾ പങ്കുവെക്കുവാനും ആ നിലയ്ക്ക് ലൈംഗികമായ ചേഷ്ടതകളിലേക്ക് പ്രവേശിക്കാനും പാടുള്ളൂ. ഇതാണ് മനുഷ്യൻ്റെ സ്രഷ്ടാവ് നൽകുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്. അതല്ലാത്ത രണ്ടാളുകളാണെങ്കിൽ അവർ പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിച്ചിട്ടില്ലെങ്കിൽ ഒരു അന്യപുരുഷനും അന്യ സ്ത്രീയും ഒറ്റക്കായി കഴിഞ്ഞാൽ അവിടെ മൂന്നാമനായി പിശാച്ചുണ്ടാകുമെന്നും അവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യിപ്പിക്കുമെന്നാണ് ശരിക്കുള്ള മാർഗനിർദ്ദേശം. അതാണ് ഇന്നിവിടെ എന്ത് ചെയ്യുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് സിനിമ ഫീൽഡായാലും ശരി, വേറെ ഏത് ഫീൽഡായാലും തന്നെ ശരി, അതങ്ങനെയാണ് സംഭവിക്കുക. അപ്പോൾ ആ ഒരു അടിത്തറയിലേക്ക് വരാനും അതിനെ പിന്നെ അംഗീകരിക്കുവാനും സമൂഹം എന്ന് തയ്യാറാകുന്നുവോ അന്നേ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ശാശ്വതമായ രക്ഷ എന്ത് ചെയ്യുള്ളൂ, സമൂഹത്തിന് കിട്ടുള്ളൂ. ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ള വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഞാനീ പറഞ്ഞാൽ ഈ ധാർമ്മികതയുടെ ഭാഗത്ത് വരണം എന്ന് പറഞ്ഞാൽ, പക്ഷേ ധാർമ്മികതയുടെ ഭാഗത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന, പ്രത്യേകിച്ച് ഞാൻ വ്യക്തമായി പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുറേ ചെറുപ്പക്കാരും അതുപോലെ തന്നെ കുറേ യുവതികളും ആളുകളും ഒക്കെ ഇപ്പോൾ ഈ സിനിമയെ വളരെ നോർമലൈസ് ചെയ്തുകൊണ്ട് അതിലേക്ക് കടന്നു വരുന്നൊരു സാഹചര്യം അല്ലാതെ കാണുന്നുണ്ട്. അത് കണ്ടിട്ടും അത് വിനിമയം ചെയ്തിട്ടും അത് നിരീക്ഷണം നടത്തിയിട്ടും അതൊരു വിഷയമല്ലാത്ത രീതിയിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കും. മുസ്ലിം പ്ലാറ്റ്ഫോമിൽപ്പെട്ട ആളുകൾക്ക് തന്നെ കുറച്ചൊക്കെ സിനിമ കണ്ട് അതിനെയൊക്കെ ഒന്ന് വിലയിരുത്തി അത്തരം കാര്യങ്ങളിലേക്കൊന്ന് കടന്നു പോയാലേ എനിക്ക് ഇവിടെ എന്ത് ചെയ്യുള്ളൂ, പൊതുസമൂഹത്തിലൊരു നിലനിൽപ്പുള്ളൂ എന്ന് ഇവിടുത്തെ മുസ്ലിം മീഡിയകളിൽ വരെ എന്ത് ചെയ്യുന്നുണ്ട്. അത് വലിയ ഒരു 2-3 ചർച്ച വെക്കുകയാണെങ്കിൽ അതിലൊരു ചർച്ച എപ്പോഴും ഒരു സിനിമയെ അവലോകനം ചെയ്താൽ മാത്രമേ ഞങ്ങൾ ഈ സമൂഹത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്നുള്ളൂ, ഇൻ്റലക്ച്വൽ ആവുള്ളൂ എന്നൊരു രീതിയിലേക്കൊക്കെ പോകുന്നുണ്ട്. അവരൊക്കെ ഇതൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇത്തരം പിന്നെ സാമൂഹ്യ ദുരന്തങ്ങൾ കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയെ അതിനെ വലിയ സംഭവമാക്കിയിട്ട് ഒരു പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ പക്ഷത്തൊക്കെ നിൽക്കുന്ന വ്യക്തികളും അതുപോലെ തന്നെ പിന്നെ മീഡിയകളും സംവിധാനങ്ങളൊക്കെ ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇത്തരം സന്ദർഭത്തിൽ ഒരു പുനർവിചിന്തനം നടത്തുന്നത് നന്നാകുമെന്നുകൂടി നമുക്കതൊരു പറയാനുണ്ട്. ഇപ്പോൾ ഒരു ആഘോഷത്വര പൊതുവേ കടന്നു വരുന്നുണ്ട് സമുദായത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ. അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സമയത്ത് ഇത് കാണണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അതുപോലെ സർക്കാരിൻ്റെ ഒരു നിസ്സഹായാവസ്ഥ ഇതിൽ ചില്ലറയല്ല. കാരണം സർക്കാർ ഒരു ഭാഗത്ത് ലിബറലിസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു, പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പിന്നെ പ്രോത്സാഹനം കൊടുക്കുന്നു, മറുഭാഗത്ത് ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളും അനുഭവിക്കുന്നു. ഇതിലൊക്കെ മനുഷ്യൻ്റെ നിസ്സഹായത മനസ്സിലാക്കി മനുഷ്യനെ ജീവിക്കാൻ ശരിയായ ധാർമ്മിക നിലവാരത്തിലേക്ക് വരികയല്ലാതെ യാതൊരു പരിഹാരവും ഇതിനില്ല. ആക്ച്വലി ഈ സിനിമ നൽകുന്ന ഒരു പനുടിയിലേക്ക് ആഡ് ചെയ്യാനുള്ളത്, ഈ സിനിമ നൽകുന്ന മെസ്സേജിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു സിനിമാ സംവിധായകൻ്റെ വളരെ വിവാദമായൊരു ഡയലോഗ് നമ്മൾ ഓർക്കണം. എന്താ പറയുക, അദ്ദേഹം സംവിധാനം ചെയ്തൊരു സിനിമയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു വെച്ചാൽ, എൻ്റെ സിനിമ കണ്ടൊരു 10 കുടുംബങ്ങളെങ്കിലും ഡിവോഴ്സ് ആയാൽ ഞാൻ സംതൃപ്തനായി എന്നാണ്. എന്തു മെസ്സേജാണ് ഈ സമൂഹത്തിന് ഇതുപോലെ കൊടുക്കുന്നത്? യോദ്ധാവ് എന്ന് പറയുന്ന നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ അംബാസഡറായിട്ടുള്ളൊരു സിനിമാ നടൻ പറഞ്ഞൊരു വാചകമുണ്ട്, എൻ്റെ മകന് സിനിമയിൽ അവസരം കിട്ടിയപ്പോൾ എൻ്റെ ഭാര്യ അനുവദിച്ചില്ല. സിനിമയിലൊരു അവസരം കിട്ടുക കാരണം ആ മേഖലയെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ഭയങ്കര സംഭവമാണ്. എന്താ കാരണം പറഞ്ഞ്, അത് ലഹരിയുടെ ലോകമാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്, പല്ല് ദ്രവിച്ചു കൊഴിഞ്ഞാടിന്ന് സിനിമാ സെറ്റിൽ നിന്ന് ഒരാളുടെ ഈ രാസലഹരി ഉപയോഗിച്ചിട്ട്. അത്രമേൽ അരാജകത്വമാണ് ഇതിനകത്ത്. സമൂഹത്തെ അതിൻ്റെ മുഴുവൻ
നൂലും പൊട്ടിച്ച് കുത്തഴിഞ്ഞ ഒരു അവസ്ഥയിലേക്കാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത്. അതൊക്കെ ഈ ഒരു സമയത്ത് ചർച്ചയാവുകയും നേരത്തെ അശോക് പറഞ്ഞതുപോലെ ചില പുനർവിചിന്തനങ്ങൾക്ക് കാരണമാവുകയും. ഒരു ഹോട്ടലിലേ ഒരു തമാശ പറയുന്നുണ്ട്. ഹോട്ടലിൽ ചെന്നപ്പോൾ മുതലാളി എവിടെ ചോദിച്ചു. അപ്പോൾ മുതലാളിയെ അന്വേഷിച്ചപ്പോൾ മുതലാളി ഭക്ഷണം കഴിക്കാൻ പോയതാണ്, വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോയതാണ്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ മൂപ്പർക്ക് ധൈര്യമല്ല. അതേപോലെ ഇവിടെ നടക്കുന്ന ഈ സംഗതിയൊന്നും നമുക്ക് വേണ്ട, അവർക്ക് സമൂഹം അനുഭവിച്ചോട്ടെ, ഞങ്ങളെ മേത്ത് വരരുതെന്നുള്ള. അപ്പോൾ ഇനിയെങ്കിലും എന്ത് ചെയ്യണം, അതൊക്കെ ഒന്ന് കാണണം. ഈ ഒരു വിഷയം ഇവിടെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു മറ്റൊരു നരേഷൻ നിലനിൽക്കുന്നത്, ഒരു ഭാഗത്ത് മതം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ പിന്തിരിപ്പനാണ് എന്ന ഒരു പ്രചരണം നടക്കുന്നു. സിനിമയടക്കമുള്ള കാര്യങ്ങൾ പുരോഗമനത്തിൻ്റെതായി ചിത്രീകരിക്കുകയും അത് തീർച്ചയായും വേണ്ടതാണ് എന്ന് പറയപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ ബോധ്യപ്പെടുന്ന കാര്യം, സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന ഇത്തരം ലൈംഗിക അതിക്രമങ്ങളും ലഹരിയുമൊക്കെ ഇത്തരം മേഖലയിൽ നിലനിൽക്കുന്നു എന്നതാണ്. എന്നാൽ മതം മുന്നോട്ട് വെക്കുന്ന ആശയമാകട്ടെ, വ്യഭിചാരത്തെക്കുറിച്ച് പറയുമ്പോൾ വ്യഭിചാരത്തോട് അടുക്കരുത് എന്നാണ് മതം മുന്നോട്ട് വെക്കുന്നത്. ലഹരിയെക്കുറിച്ച് പറയുമ്പോൾ ലഹരി ഉണ്ടാക്കുന്നതെല്ലാം നിഷിദ്ധമാണ് എന്നാണ് മതം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു തലം കൂടി നാം മനസ്സിലാക്കി വേണം ഈ ഒരു വിഷയത്തെ പരിഗണിക്കേണ്ടത്.